നല്ല നിലാവ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു രാത്രി. സമയം ഏകദേശം 8 മണിയായി കാണും. പരിചയമില്ലാത്ത വഴിയിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഇരുവശങ്ങളിലെയും റബ്ബർ മരങ്ങളുടെ നടുവിലൂടെ ഒരു യുവാവ് തൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്ത ബൈക്കുമായി നടന്നു വരുന്നു. അവൻ തൻ്റെ സുഹൃത്തുമായി ഫോൺ സംഭാഷണത്തിലായിരുന്നു. അജു, നീ ഒന്ന് പെട്ടെന്ന് വരുമോ? ഞാൻ ഏതോ ഒരു വളവിൽ നിൽക്കുക. ഷോർട്ട് കട്ട് പിടിച്ച് പണിയായി. ഒന്ന് ദീർഘനിശ്വാസം എടുത്തു വിടുന്നു. പെട്ടെന്ന് വീടെത്തണം. അവൾക്ക് ഡേറ്റ് എടുത്തിരിക്കുക. ഫോണിൻ്റെ മറുതലയ്ക്കൽ 1-2 ഫയലൂടെ ചെക്ക് ചെയ്യാനുണ്ട്, എന്നിട്ട് ഇറങ്ങാം. നീ ആ ലൊക്കേഷൻ ഒന്ന് അയക്കി. പിന്നെ ഒന്നുകൂടെ ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. കോള് കട്ടാകുന്നു. ഒരു അവസാന ശ്രമം കൂടി നടത്തിക്കളയാമെന്ന ചിന്തയിൽ ജഗത് എന്ന യുവാവ് ബൈക്കിൻ്റെ കിക്കർ അടിക്കുന്നു. ഭാഗ്യമെന്ന പോൽ വണ്ടി സ്റ്റാർട്ടാകുന്നു. ഇനി തന്നെ കൂട്ടാൻ അത് വരണ്ടെന്ന് പറയുവാൻ ഫോൺ എടുക്കുന്ന ജഗത്തിൻ്റെ ശ്രദ്ധ എന്തിലോ ചെന്ന് പതിയുന്നു. കുറച്ചു മാത്രം അകലെ മരങ്ങൾക്ക് പിന്നിലായി ചാഞ്ഞു വീണിലെന്ന മട്ടിൽ നിൽക്കുന്ന ഒരു ബോർഡ്. കോരിച്ചൊരിയുന്ന നിലാവിൻ്റെ നറുവട്ടം അതിലേക്ക് പതിക്കുന്നുണ്ട്. ജഗത് തൻ്റെ കണ്ണട ഒന്നുകൂടി ശരിയാക്കി വെച്ച് ആ ബോർഡ് വായിക്കാൻ ശ്രമിക്കുന്നു. ഇല്ല, വായിച്ചെടുക്കുന്നു. സുമതി വളവ്. വായിച്ചു കഴിഞ്ഞ പാടെ കാലിൻ്റെ പെരുവിരലിൽ നിന്നും ഒരു തരിപ്പ് ശരീരത്തിൻ്റെ ഓരോ കോണിലേക്കും സഞ്ചരിക്കുന്നതായി അവന് തോന്നി. സുമതിയെയും വളവിനെയും പറ്റി പറഞ്ഞു കേട്ട അറിവേ അവനുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാൽ കൂടിയും ഇതൊക്കെ തന്നെ അവന് ധാരാളമായിരുന്നു. ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം ധൃതിപ്പെട്ട് തൻ്റെ ബൈക്കിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ചെന്ന് പതിക്കുന്നത് തൻ്റെ 8 അടിയോളം മുന്നിലായി ചോര നിറമുള്ള സാരിയും നീണ്ടു ചുരുണ്ട് ജട കെട്ടി നിൽക്കുന്ന മുടിയുമായി നിൽക്കുന്ന ഒരു സ്ത്രീ രൂപത്തിലേക്കാണ്. ഒരു കയ്യിൽ കളിപ്പാവയുണ്ട്. ആ രൂപം ജഗത്തിൻ്റെ മുന്നിലേക്ക് പതിയെ പതിയെ നടന്നു വന്നുകൊണ്ടിരുന്നു. ജഗത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. ഇത് യാഥാർത്ഥ്യമാണോ അതോ താൻ തന്നെ വാർത്തെടുക്കുന്ന തൻ്റെ തോന്നലുകളാണോ എന്ന് അയാൾ ആലോചിച്ചു കൊണ്ടിരിക്കെ ബോധം പതിയെ പോകുന്നു. റോഡിൽ തൻ്റെ ബൈക്കിനരികെ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ജഗത് കണ്ണുകൾ പതിയെ തുറക്കുന്നു. ഒരു സ്വപ്നം കണ്ട പോലെ അവൻ എഴുന്നേറ്റിരിക്കുന്നു. തൻ്റെ ഇടതുവശത്ത് ഒരു കല്ലിന്മേൽ അപ്പോഴേക്കും ഇരുപ്പുറപ്പിച്ചിരുന്നു ആ രൂപം. മുഖം വ്യക്തമാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ ജഗത് മറ്റൊരു കാര്യം തിരിച്ചറിയുന്നു. തൻ്റെ കണ്ണട നഷ്ടമായിരിക്കുന്നു. ശബ്ദമെടുത്ത് അലറിക്കരയുവാൻ അയാൾക്ക് തോന്നി. പക്ഷേ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വെറും കാറ്റ് മാത്രം. സംസാരിക്കാൻ പ്രയാസപ്പെടുന്ന അവനോടായി. ആർ യു ഓക്കെ? ഒരു നിമിഷം പരിഭ്രമിച്ച അവൻ അടുത്ത നിമിഷം അതെ എന്ന് തലയാട്ടുന്നു. ജഗത്. ആ വിളിയിൽ അവനൊന്ന് സ്തംഭിച്ചു. തന്നെ അറിയുന്ന ആരോ. എന്നാൽ ഈ ശബ്ദം അതാരുടേതാണ്? ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഒരു പക്ഷേ കേട്ട് മറന്നുപോയതാകുമോ? തൻ്റെ ആ ചിന്തയ്ക്ക് ഇടം കോലിട്ട് അവൾ ചോദിച്ചു. നിനക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെയും മനുഷ്യന്മാരെയും വിശ്വസിക്കുന്നുണ്ടോ? ജഗത്തിന് മറുപടി ഉണ്ടായില്ല. അതുകൊണ്ട് ആ രൂപം തൻ്റെ സംസാരം തുടർന്നു. ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്ക് ചുറ്റുമുള്ള ആ ലോകത്തെ. എന്നാൽ ആ സംഭാഷണം ഒരേങ്ങലിൽ തങ്ങി നിന്നു. ജഗത്തിന് ആ രൂപത്തിനടുത്തു നിന്നും രക്തത്തിൻ്റെ ഗന്ധം തൻ്റെ ശ്വാസത്തിലേക്ക് പടരുന്നതായി തോന്നി. പിന്നീട് അത് തൻ്റെ ശരീരത്തിലേക്കും ശേഷം രക്തത്തിലേക്കും. ജഗത് എടുത്തടിച്ച പോലെ ചോദിച്ചു. നീയല്ലേ സുമതി? നീ എത്ര പേര് കൊന്നിട്ടുണ്ട്, ചോര കുടിച്ചിട്ടുണ്ട്, എന്നിട്ടും മതിയായില്ലേ നിനക്ക്? ശേഷം ഒരു നിശബ്ദത. ആ നിശബ്ദത പ്രകൃതിയെ പോലും അസ്വസ്ഥമാക്കിയിരുന്നു. അന്നേരം എവിടെന്നോ മന്ദമായ ഒരു കാറ്റ് വീശി. റബ്ബറിൻ്റെ ഇലകൾ പതിയെ പൊടിഞ്ഞ് താഴെ വീഴുവാനും തറയിലൂടെ ഉരുളുവാനും തുടങ്ങി. അന്നേരം ജഗത്തിൻ്റെ കയ്യിലേക്ക് ആരോ കണ്ണട വെച്ച് കൊടുത്തിരുന്നു. അവൻ പെട്ടെന്ന് അതെടുത്ത് ധരിച്ചു. തൻ്റെ അരികിലിരിക്കുന്ന രൂപത്തിൽ ഉത്സാഹപ്പെട്ട് നോക്കുന്ന ജഗത് ശരിക്കും ഞെട്ടുന്നു. താൻ മനസ്സിൽ വരച്ചിരുന്ന ഒരു രൂപമായിരുന്നില്ല അവൾക്ക്. നെറ്റിപ്പൊട്ടി ശരീരമാകെ ചോര ഒലിപ്പിച്ചിരിക്കുന്ന സുന്ദരിയായ ഒരു യുവതി. കയ്യിൽ പിടിച്ചിരിക്കുന്ന പാവയ്ക്ക് വളരെ കാലം പഴക്കം തോന്നിച്ചിരുന്നു. അവളുടെ കാലുകളിലൂടെ ചോരപ്പുഴയായി അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. നിസ്സഹമായ മുഖത്തോടെ ചിരിച്ചുകൊണ്ടവൾ ജഗത്തിനോടായി പറഞ്ഞു. എനിക്കറിയാം ജഗത്, നിങ്ങൾ ഈ ഒരു രൂപത്തിൽ സുമതിയെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലെന്ന്. അന്നേരം വാവലുകൾ വല്ലാതെ ശബ്ദമുണ്ടാക്കി പറക്കുവാൻ തുടങ്ങിയിരുന്നു. ജഗത്തിന് അവൻ്റെ വീടിനടുത്തുള്ള കാരമരവും അതിലോടായി സദാസമയവും പറ്റിപ്പിടിച്ചിരിക്കുന്ന വാവലുകളെയും ഓർമ്മ വന്നു. ആ വാവലുകളെ നോക്കി ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭാര്യയെയും. എൻ്റെ ഈശ്വര, അനു! പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആ യുവതിയെ നോക്കി.
വീട്ടിൽ ഭാര്യ തനിച്ചാണ്, ഗർഭിണിയാ, മറ്റന്നാളത്തേക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുക, ആരോടെന്നല്ലാതെ അവൻ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുന്നിലിരിക്കുന്ന യുവതിക്ക് തൻ്റെ ഭാര്യയുടെ മുഖഛായ ഉള്ളതുപോലെ അവന് തോന്നി. എനിക്ക് വന്ന അവസ്ഥ മറ്റാർക്കും വരാതിരിക്കട്ടെ. അവളുടെ ശബ്ദം മൃദുവായി തുടങ്ങിയിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് ജഗത്തിനരികിലായി വന്നു നിന്നു. നിങ്ങൾ എത്ര നല്ലവനാണ് ജഗത്. എത്ര മനോഹരമായി നിങ്ങളുടെ ഭാര്യയെയും വരാനിരിക്കുന്ന കുഞ്ഞിനെയും സ്നേഹിക്കുന്നു. ഞാനും ഒരമ്മ ആകുമായിരുന്നു. അതിനെ താരാട്ട് പാടി ഉറക്കുന്നതും മുലയൂട്ടുന്നതുമൊക്കെ ഞാനും സ്വപ്നം കാണുമായിരുന്നു. ഓരോ ദിവസവും എണ്ണി നീക്കുമായിരുന്നു. പക്ഷേ എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് പിച്ച് ചീന്തിക്കളഞ്ഞു. എൻ്റെ ഉള്ളിനുള്ളിൽ ആ ജീവൻ്റെ കണത്തിന് ആരും വില കൽപ്പിക്കാതെ പോയില്ലേ. എന്നിട്ട് അവൾ പൊട്ടിക്കരയുന്നു. ജഗത്തിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാ. നിറഞ്ഞ കണ്ണുകളുമായി വെറുതെ അവളെ നോക്കി നിന്ന അവൻ്റെ ശ്രദ്ധ അവളുടെ കാലുകളിലേക്ക് വീണ്ടും ചെന്ന് പതിച്ചു. ഗർഭം അലസിപ്പോയ ഒരമ്മയെ ആദ്യമായി കാണുന്ന ഒരാളുടെ സഹതാപം നിറഞ്ഞ ദയനീയമായ ഒരു ഭാവം അപ്പോൾ അവനിൽ അലയടിക്കുന്നുണ്ട്. സുമതി, അവൾ എന്തൊക്കെ സഹിച്ചിട്ടുണ്ടാകും. സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലോ. തൻ്റെ ചിന്തയിൽ നിന്നും അവനെ ഉണർത്താനെന്ന പോലെ ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ, ബൈക്ക് സ്റ്റാർട്ടായടാ. ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. വരണോ? വേണ്ട, സ്റ്റാർട്ടായടാ. ഞാനിപ്പോൾ വീടെത്തും. കോൾ കട്ടാക്കി സുമതിയെ നോക്കി അവൻ ഇത്ര മാത്രം ചോദിച്ചു. പോട്ടെ ഞാൻ. സുമതി ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ശേഷം ബൈക്കിലേക്ക് കയറി അവനരികിൽ വന്നു നിന്ന് അവനോടായി, ജഗത്, ഞാനൊരാഗ്രഹം പറയട്ടെ. എൻ്റെ സഫലമാകാതെ പോയ ആഗ്രഹം നീ നിറവേറ്റി തരുമോ? ജഗത് ആ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി അവളെ തുടരാൻ അനുവദിച്ചു. നിന്റെ കുഞ്ഞിന് ഞാൻ പറയുന്ന പേരിടുമോ? ഇടാം. മറുത്തൊന്നും ചിന്തിക്കാതെ അവൻ പറഞ്ഞു. അവൾക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണമെന്ന് അവന് തോന്നിയിട്ടുണ്ടാകും. അവൻ്റെ കൈകളിൽ ഒന്ന് അമർത്തി പിടിച്ച് ദൂരെ നിൽക്കുന്ന ചന്ദ്രനെ ചൂണ്ടി അവൾ പറഞ്ഞു, ചാന്ദിനി. ആ നിലാവിൻ്റെ ഓളത്തിൽ ചന്ദ്രനൊപ്പം ഒഴുകി നടക്കുന്ന 2 നക്ഷത്ര കുഞ്ഞുങ്ങളായി അവരെ അവൻ കണ്ടു. ആ സമയം അവനെ കടന്നുപോയ ഒരു ഓട്ടോക്കാരൻ വണ്ടി നിർത്തി അവനോടായി ചോദിച്ചു, മോൻ ഒറ്റയ്ക്ക് സംസാരിക്കുവാണോ? അവൻ അയാളെ നോക്കി. ഹോ, ഫോണിലാണോ? ഇവിടെ അധികം നേരം നിൽക്കൊന്നും വേണ്ട, അത്ര നല്ല സ്ഥലമല്ല, അതാ പറഞ്ഞേ. ശേഷം അയാൾ തൻ്റെ വാഹനവുമായി പോകുന്നു. ജഗത് അയാൾ പോയ പാടെ അവളെ അവിടെ തിരയുന്നു. എന്നാൽ ഒരിടത്തും അവളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഇതെല്ലാം തൻ്റെ തോന്നലുകളാകുമോ? അതോ സുമതിയെ എനിക്കല്ലാതെ മറ്റാർക്കും കാണാൻ കഴിയില്ലയോ? വണ്ടിയിലേക്ക് കീ തിരികെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മുന്നിലാക്കി പിന്നിലേക്ക് നടന്നു നീങ്ങുന്ന സുമതിയെ അവൻ്റെ ബൈക്കിൻ്റെ മിററിലൂടെ കണ്ടു. നിലാവിനൊപ്പം കാറ്റിൻ്റെ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന അവളുടെ കൈകളിൽ അപ്പോഴും ആ പാവക്കുട്ടി ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന വാത്സല്യത്തോടെ 2 കരങ്ങളും കൊണ്ട് അതിനെ താങ്ങി താരാട്ട് പാടി സുമതി എങ്ങോ മറയുകയാണ്.